കുട്ടീനെ നമ്മൾ KG ചേർത്തുന്നതിന് മുൻപായിട്ട് ഏത് സിലബസ് ആണ് ആ കുട്ടിക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ആലോചിച്ച് പഠിച്ചതിന് ശേഷം വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ കേരള സിലബസ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, IB ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കണം എന്നല്ല പറഞ്ഞത്, എങ്കിലും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ കേരള സിലബസിൽ പോകുന്നതെങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് CBSE ഫോളോ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ICSE വരുമ്പോൾ അവിടെ ഡീപ്പ് ആൻഡ് കോംപ്രഹെൻസീവ് ലെവലാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ IBയുടെ കാര്യം. അവിടെ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് അല്ല യൂസ് ചെയ്യുന്നത്, മറിച്ച് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഒരു പാരന്റ് കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സിലബസ് ചൂസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം സിലബസ് മാറുന്നതിനനുസരിച്ചിട്ട് ഫീസിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കൂളിന്റെ അവൈലബിലിറ്റി, എല്ലാ സ്ഥലത്തും എല്ലാ സിലബസും അവൈലബിൾ ആകണം എന്നില്ല. ഇനി വേറൊരു കാര്യം, ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മൂത്ത കുട്ടി പഠിക്കുന്ന സ്കൂളിൽ തന്നെ രണ്ടാമത്തെ കുട്ടിയെ കൂടി വിട്ടു. അപ്പൊ ടഫ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് മൂത്ത കുട്ടി പഠിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എടുത്താ പൊങ്ങാത്ത ഭാരം അതിന്റെ തലയിൽ വെച്ചു കൊടുക്കരുത്. നമ്മൾ ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ, അതിപ്പോ നമ്മൾ അവരെ അംഗൻവാടിയിലോ അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിലൊക്കെ വിടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു സിലബസ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ചില ആളുകളുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സെലക്ട് ചെയ്യുന്നവർ. അങ്ങനെയും ചെയ്യരുത്. അവിടെയും നമ്മൾ നമ്മുടെ കുട്ടീനെ കൺസിഡർ ചെയ്യണം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ KG ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ. ഇനി ഇതിനോടൊപ്പം കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കാം. ഇപ്പം NEET, JEE തുടങ്ങിയ എക്സാമുകളാണ് ഒരു കുട്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് CBSE നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒക്കെയാണ് എയിം ചെയ്യുന്നതെങ്കിൽ അത് ICSE ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മുടെ കേരള PSC പോലുള്ള എക്സാമുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കേരള സിലബസ് പഠിക്കുന്നതാണ് നല്ലത്. KG ചേർത്താൻ പോകുന്ന ഒരു കുട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഈ സിലബസിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് പറയുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഇതുകൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു സിലബസ് ചൂസ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കുക. Let light shine out of darkness.